നെയ്യാറ്റിൻകര കരകുട്ടപ്പന സ്വദേശി രാജേഷ് കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ചികിത്സ ലഭിക്കാൻ താമസിച്ചു എന്നാണ് അവർ പറയുന്നത്. ഡോക്ടറെ കാണുന്നതിനും താമസമുണ്ടായി, അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശരിക്കും അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാൻ താമസിച്ചു, എങ്ങനെയാണ് ഡോക്ടറെ കാണുന്നതിനുള്ള താമസമാണ് ഉണ്ടായത്? എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം? നിങ്ങൾ എന്താണ് ലഭിക്കുന്നത്? അല്ല, അത് ചികിത്സ കിട്ടാത്തത് തന്നെയാണ് പ്രധാനമായിരുന്നത്. ഈ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ECG എടുത്ത് 1 മണിക്കൂർ അവിടെ ഡിലേ വന്നു. ECG എടുത്തപ്പോൾ ECGയുടെ വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ അനുസരിച്ച് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് നമ്മൾ ആംബുലൻസ് പിടിച്ച് വന്നപ്പോൾ അവൻ കുഴഞ്ഞു വീണു. ഭാര്യയുടെ മുമ്പ് വെച്ച് തന്നെ കുഴഞ്ഞു വീണ്. പിന്നെ സ്ട്രെച്ചറിൽ കിടത്തി അപ്പോൾ തന്നെ ആൾ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. മരണപ്പെട്ടു. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞത് ഇത് ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എല്ലാ രീതിയിലും. അപ്പോൾ CPR ഒരു കുഴഞ്ഞു വീഴുമ്പോൾ ഉള്ള ഒരു പ്രാഥമിക രീതിയിൽ അവന് നല്ല രീതിയിൽ ഇത് കൊടുത്തിരുന്നുവെങ്കിൽ ഈ രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ അവിടെ 1 മണിക്കൂറോളം ഡിലേ വന്നു എന്നാണ് അറിഞ്ഞത്. ഞാൻ നേരെ ഈ ഹോസ്പിറ്റലിൽ ആയത് വിവരം അറിഞ്ഞതോ ഞാൻ ഭാര്യയായിട്ട് ഇവിടെ വന്നപ്പോൾ മരണമാണ് കേൾക്കേണ്ടത്. ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിരുന്നു എന്നാണ്. അത് ഭാഗത്ത് വീഴ്ച അവർ പറയുമല്ലോ, അങ്ങനെ സത്യസന്ധമായിട്ട് അവരും പറയില്ലല്ലോ. അവരുടെ ഭാഗത്ത് തിരക്കുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യാമായിരുന്നു ഡോക്ടർക്കായാലും. പിന്നെ സെക്യൂരിറ്റിയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീഴ്ച അദ്ദേഹവും കാണിച്ചു. അദ്ദേഹം വലിയൊരു വീഴ്ച കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഒരു 52 വയസ്സായ പയ്യൻ 53 വയസ്സായതേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പിടഞ്ഞു വരുമ്പോൾ അവനെയെങ്കിലും ഒന്ന് സംരക്ഷിക്കാനുള്ള ഒരു ഇത് കാണിക്കില്ല. അവന് ആരോഗ്യമുള്ളത് കൊണ്ട് ആരോഗ്യത്തിൽ പിടിച്ചു നിന്നു. അത് വാസ്തവമുള്ള കാര്യം തന്നെ. ഭാര്യയെ കെട്ടിപ്പിടിച്ചാണ് വീണ് അപ്പം തന്നെ മരണപ്പെട്ടു. ഭാര്യ വന്നതും അങ്ങനെയാണ്. കാര്യത്തിൽ ഏത് തരത്തിലുള്ളൊരു അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്താണ് സർക്കാരിൻ്റെ രീതിയിൽ അത് ചെയ്തോട്ടെ. പക്ഷേ ഇനിയൊരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയാനകമാണ്. വലിയൊരു ഭയാനകമായിട്ടുള്ള ഒരു അനാസ്ഥ ഉണ്ടായി എന്നാണ് ഞാൻ വന്ന് കട്ടപ്പോഴും അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആരോഗ്യമുള്ള ഒരു പയ്യൻ മരിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ്. അവൻ കൂലിവേല ചെയ്യും പോലെ വലിയൊരു കടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പിന്നെ ടെൻറ്റുകളെല്ലാം വിൽക്കുന്ന വലിയൊരു കടയുണ്ട്, ഹോൾസെയിൽ. ആ സ്റ്റോറിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വരുമാനവും വെച്ചാണ് ഇങ്ങനെ അവൻ കഴിഞ്ഞു കൂടിയത്. ഡോക്ടർമാർ അവരുടെ ഭാഗം അവർ ക്ലിയർ ആക്കുന്നു. പക്ഷേ ഇപ്പം മന്ത്രി ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കൂടുതൽ പരിശോധന അല്ലെങ്കിൽ കൂടുതൽ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് നിങ്ങളാണ്? കൂടുതൽ അന്വേഷണം സർക്കാർ ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയൊരു ഇതുപോലെ ഒരു കക്ഷിക്കുണ്ടാവരുത്. ചെറുപ്പക്കാർ ഒത്തിരി പേരിങ്ങനെ അസുഖം മൂലം ഈ കാർഡിയോളജി പ്രശ്നമായിട്ട് ഒരുപാട് പേര് ചികിത്സ തേടുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും വിജയിക്കുന്നുണ്ട്. വിജയിക്കാതെ ഒന്നും ഒരിക്കലില്ല. അപൂർവമേ ഇങ്ങനെ മരണം സംഭവിക്കുന്നുള്ളൂ. അത് അനാസ്ഥ കൊണ്ടുള്ള മരണമാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അവർക്കത് ചെയ്യാമെങ്കിൽ അത് ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയായിരുന്നു. വേഗത്തിൽ ആശുപത്രിയല്ല, ഇവിടെ വെച്ച് തന്നെ ഫസ്റ്റ് എയ്ഡ് നല്ലവണ്ണം ചെയ്യാമായിരുന്നു. പിന്നെ കുഴഞ്ഞു വീണപ്പോഴെങ്കിലും അത് നടപടി സ്വീകരിച്ചില്ല എന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത്. കൂടുതൽ പരാതി മുഖ്യമന്ത്രിക്ക് പരാതിയൊന്നും കൊടുത്തില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് എല്ലാം. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി നിങ്ങൾ പിന്നീട് പരാതി കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. ഭയങ്കര ബഹളവും മറ്റൊക്കെ ആയിരുന്നു. പോലീസ് ഇവിടെ അടിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്തായാലും പരാതി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പരാതി കൊടുക്കാം, കുഴപ്പമില്ല. എന്താണ് പരാതി പോലീസ് പറയുന്ന അനുസരിച്ച് നമ്മളിപ്പോൾ പരാതി കൊടുക്കാം. ഇതന്നെയാണ് രാജേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് പറയാനുള്ളത്. ഇതാണ് ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സെക്യൂരിറ്റി മുതൽ ഡോക്ടർമാർ വരെയുള്ളവരുടെ ഭാഗത്തുള്ള അനാസ്ഥയുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആ ആരോപണം അവർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പരാതിയടക്കം നൽകാൻ തയ്യാറെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷഭരിതമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവയൊക്കെ മാറിയിട്ട് പരാതിയിലേക്ക് പോകും, കുടുംബവും പരാതി നൽകും എന്ന കാര്യം അവർ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ രോഗിക്ക് പെട്ടെന്ന് നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് ചികിത്സ ലഭിക്കാൻ താമസം നേരിട്ടു എന്നതാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം, നടപടി ഉണ്ടാകണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അനിലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.